ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും 2 നല്ല കിഡിലൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. രണ്ടും ബ്രെഡ് വെച്ചുണ്ടാക്കുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. റമളാനിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. രണ്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാനോ ഇല്ല ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് റമളാൻ മാസത്തിലേക്കൊക്കെ കുറച്ചധികം എന്നും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. കൂടുതലും നമ്മൾ ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് അധികം സ്നാക്സും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കുറച്ച് ഇതിപ്പോൾ ഒരു 600-700 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ. ചെസ്റ്റ് പീസ് വാങ്ങിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഉപ്പ് മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് പുഴുങ്ങിയെടുത്താലും കുഴപ്പമില്ല. വേറെ ഒരു സാധനവും നമ്മൾ ഇതിൽ ചേർക്കരുത് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനത്തെ ഗരം മസാലപ്പൊടി ഇതൊന്നും ചേർക്കാണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് വെച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുത്തിട്ട് അത് ഏത് സ്നാക്കാണോ ഉണ്ടാക്കുന്നത് ആ സ്നാക്കിൻ്റെ ആ ഒരു ഫ്ലേവറിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് എല്ലാ പൊടികളും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങ് വേവിച്ച് എടുത്ത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സ്നാക്സിനും ഒരേ ടേസ്റ്റാണ് വരിക, ഒരേ മസാലൻ്റെ ഫ്ലേവറാണ് വരിക. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സ്നാക്കാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ എന്ത് പൊടിയാണ് അല്ലെ സോസാണ് ചേർക്കണമെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഓരോ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിട്ട് തന്നെ വരും. അല്ലാണ്ട് മറിച്ച് നമ്മൾ പൊടികൾ എല്ലാത്തിലും അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ ഗരം മസാലയും ബിരിയാണി മസാല ഒക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. രണ്ടും രണ്ടാണ്. രണ്ടിൻ്റെ ടേസ്റ്റും വ്യത്യാസമായിരിക്കണം. എല്ലാത്തിലും എല്ലാ സാധനവും കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ ടേസ്റ്റ് അല്ലേ വരിക. അപ്പോൾ അത് പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ്. അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. എന്നിട്ട് അതിനെ ഒരു 10 സെക്കൻഡിൽ ഒരു 15 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് കൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറി വരും കേട്ടോ. ഒരു മീഡിയം തീയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് വെച്ചാണ് 2 മീഡിയം സൈസുള്ളതാണ് എടുത്തത് കേട്ടോ. ചെറിയ ടൈപ്പിലുള്ള 2 എണ്ണം. പിന്നെ ഇതും ചെറിയ 2 സൈസുള്ള ക്യാരറ്റാണ്. എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്. 2 ചെറിയ സൈസുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ക്യാപ്സിക്കത്തിൻ്റെ അത്ര വേണ്ടിയില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. കാരണം അടിയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, അതുകൊണ്ട് അടിയിലുള്ളത് കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ ഒരു കപ്പോളം ക്യാബേജും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. സോറി, അരല്ല, 1 ടീസ്പൂണിൻ്റെ അടുത്തുണ്ട്. അത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ഫില്ലിങ് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി ഇത് വേവിച്ചെടുക്കാൻ. 1 മിനിറ്റ് നേരം കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങളിത് വെജിറ്റബിൾസ് വേവിക്കാൻ നിൽക്കരുത്. കാരണം ഇതിൻ്റെ വേവ് എല്ലാം കൂടെ വരുന്ന സമയത്ത് അധികമായി പോകും. അപ്പോൾ അത് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ വെള്ളം ഇറങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടണം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ്. ഞാനിങ്ങനെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിപ്പോൾ ഒരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്ത ചിക്കൻ്റെ അളവ് പറയുകയാണെങ്കിൽ ബാക്കി ഞാൻ സിപ്പ് ലോക്കിൻ്റെ ബാഗിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ നിങ്ങൾ സിപ്പ് ലോക്കിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 2-3 കവറിലായിട്ട് വെക്കുക കേട്ടോ. ഓരോ സമയത്ത് ഓരോ സ്നാക്കിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കവറും എടുത്താൽ മതിയല്ലോ. അല്ലാണ്ട് നമ്മൾ എല്ലാം മൊത്തം പുറത്ത് വെച്ച് എല്ലാത്തിൻ്റെയും തണുപ്പ് പോക്കി അതിൽ നിന്ന് കുറച്ചെടുത്ത് ബാക്കി പിന്നെയും ഫ്രീസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടിയില്ല. ഇനിയിപ്പോൾ അതിലേക്ക് സോയാ സോസാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കട്ടിയുള്ള സോയാ സോസാണ് ഇട്ടത്. അപ്പോൾ ലൈറ്റ് സോയാ സോസ് അല്ല, ഇത് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചിക്കനും വെജിറ്റബിൾസും മൊത്തത്തിൽ ഈ ഒരു സോയാ സോസിൽ നന്നായിട്ടൊന്ന് ഫ്ലേവർ ഇറങ്ങി വരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പാപ്രിക്കയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ പാപ്രിക്ക ഇല്ല എന്നാണെങ്കിൽ കുരുമുളക് പൊടിൻ്റെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂണോളം പാപ്രിക്ക ചേർത്താണ്. പിന്നെ വേണ്ടിയ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. സോറി, അരയല്ല, 1/4 ടീസ്പൂണാണ് ചേർത്തത്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണോളം പാപ്രിക്കയാണ് ചേർത്തത്. ഇനിയിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇത് വേവിക്കരുത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെന്ത് പോകാനും പാടില്ല കേട്ടോ. ഈ ഒരു പച്ചക്കന്നെ നമുക്ക് കിട്ടുകയും വേണം. ഇത്ര വേവേണ്ടിയുള്ളൂ. അപ്പോൾ അതിൽ കണ്ടില്ല വെള്ളമൊന്നുമില്ല. ഇതിപ്പോൾ റെഡിയാണ്.
അപ്പോൾ ഇതാണ് നമ്മളെ ഫില്ലിങ് കേട്ടോ. 2 സ്നാക്കിനുള്ള ഫില്ലിങ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഉണ്ടാക്കുന്ന മെത്തേഡിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതവിടെ ഇറക്കി വെക്കാം, ചൂടൊക്കെ ആറട്ടെ. ഇനിയിപ്പോൾ അതാ ബ്രെഡ് വേണം. നമുക്ക് 2 സ്നാക്സ് ഉണ്ടാക്കാനും വേണ്ടത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതാ ഞാനൊരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ചാണ്. അതിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട്, ഇതിൽ വെക്കാൻ പറ്റുന്ന പ്ലേറ്റ് ആയിരിക്കണം കേട്ടോ. അതിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അതിൻ്റെ താഴെ മതി. എന്നിട്ട് അത് സ്റ്റീം ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അതെടുത്തിട്ട് അതെടുക്കണ സമയത്ത് അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കുക. നമുക്ക് ഒരുപാട് ബ്രെഡ് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് പരത്തി നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അടുത്തത് കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ ഞാൻ ഓരോന്നാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒന്നോ അല്ലെങ്കിൽ കൂടുതൽ ഒന്നിച്ച് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങളത് നോക്കി ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇറക്കിയ ഉടനെ തന്നെ അത് പരത്തിയെടുക്കുകയാണ് വേണ്ടി കേട്ടോ. നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല ഒരു ചപ്പാത്തിയൊക്കെ പോലെ നല്ല കട്ടിയൊക്കെ കുറഞ്ഞ് നല്ല പൊടി പോലെ ആയിട്ട് വരും. ഇപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും ഞാനിവിടെ മുറിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിക്കാം. ഇനിയിപ്പോൾ അതാ അതിൻ്റെ നേരെ പകുതി മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ പകുതിയാണ് എടുത്തത്. അപ്പോൾ പകുതി ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല എടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് ഇത് അങ്ങനെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നിരത്തിയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അറ്റത്ത് വരരുത്. അതിൻ്റെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് വരുന്ന ഭാഗം കുറച്ച് ഒരു ഗ്യാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ പശ പോലെ വരണം. അതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ് അങ്ങോട്ടേക്കായി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ഒരു നുള്ളു പൊടി ഞാനൊന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിൽ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ പൊടി തന്നെ വേണമെന്നില്ല, വെള്ളം ചേർത്താലും ഒട്ടിക്കിട്ടും കേട്ടോ. സാധാ വെള്ളം കൊണ്ട് ഒട്ടിച്ചാലും ഒട്ടിക്കിട്ടും. ഇനിയിപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിപ്പോൾ കണ്ടോ, ലാസ്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഈ ഒരു മസാല അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അതിനൊന്ന് ഉള്ളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളവിടെ ഒരു പശയും കൂടെ വെച്ച് കൊടുത്തതുകൊണ്ട് നന്നായിട്ട് ഒട്ടിയിട്ട് തന്നെയാണ് ഉണ്ടാവട്ടെ. ഈ സൈഡ് അറ്റം വരുന്ന ഭാഗം രണ്ടും ഒട്ടിക്കേണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. ആ 2 ഭാഗം ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഇല്ലാണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം എല്ലാം ഈ സ്റ്റിക്കിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കേട്ടോ. കംപ്ലീറ്റ് ആ ഒരു പകുതി മസാലക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണിത്. പിന്നെ ഇവിടെ കിട്ടുന്ന ബ്രെഡ് കുറച്ച് വലിയ സൈസുമാണ് കേട്ടോ, നാട്ടിലത്തെ സൈസല്ല. ഇനിയിപ്പോൾ അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം ബ്രെഡ് ക്രംസും കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറും ബ്രെഡ് ക്രംസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വേണ്ടിയത് നമുക്ക് മുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും കോൺഫ്ലോറും കുറച്ച് ഉപ്പും വെള്ളവുമാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എടുക്കാണ്ട് നിന്നത് കേട്ടോ. ഇത് ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം മൈദയും കോൺഫ്ലോറും. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ആണ് മൈദപ്പൊടി എടുത്തത്. 1/4 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ബാക്കി വെള്ളവും. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്ക് ഇതേപോലെ എടുക്കുക. അതിൻ്റെ ശേഷം 2 ഭാഗവും ഇങ്ങനെ നോക്കിയിട്ട് മസാല പുറത്തേക്ക് തള്ളിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉന്തി ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, കുറച്ച് കട്ടിയിലാണ് വേണ്ടി കേട്ടോ. വെള്ളം പോലെ ആയി പോകരുത്. കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം ഇതിൽ മുക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെള്ളം വലിച്ചെടുക്കും ബ്രെഡ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള മാവിലാണ് ഇത് നമ്മൾ കോട്ട് ചെയ്തെടുക്കേണ്ടത്. എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇങ്ങനെ കട്ടിയിലാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നേരെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കട്ടി ഇതിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മാത്രമാണ് എണ്ണ കുടിക്കാണ്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു മൈദൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഭയങ്കര കട്ടിയല്ല, എന്നാൽ ഓവർ ലൂസ് അല്ലാത്ത രീതിയിൽ. ബ്രെഡ് ആയതുകൊണ്ട് വെള്ളം പോലുള്ള മാവാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെള്ളം വലിച്ചെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് അങ്ങ് സോഗിയായി പോകും. അതുകൊണ്ടാണ് കട്ടിയിലെടുക്കണം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മുന്നേക്കെ ഇതേപോലെ ഈ ബ്രെഡിൻ്റെ സ്നാക്സ് കാണിക്കുന്ന സമയത്ത് കമൻസിൽ ചോദിക്കലുണ്ട്, ബ്രെഡല്ലേ എണ്ണ കുടിക്കുന്നൊക്കെ പറയുന്നത്. എണ്ണ ഒന്നും തീരെ കുടിക്കുമല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിട്ട് വരും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുണ്ടാവും. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു മൈദപ്പൊടിൻ്റെ കോട്ടിങ് നമ്മൾ പുറത്ത് കൊടുക്കുന്നത്. ബ്രെഡ് പുറത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിനും നിങ്ങൾ ഒരിക്കലും മുട്ടയിൽ ഡിപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് പെട്ടെന്ന് അങ്ങ് എണ്ണ കുടിച്ച് പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മൈദപ്പൊടിൻ്റെ മാവ് ഉണ്ടാക്കിയിട്ട് മുക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ഇതേപോലെ സ്റ്റിക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പൊരിക്കാനുള്ളത് മാത്രം ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അരമണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ട് പൊരിക്കുക. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് നെയ്യിലിട്ടിട്ട് പൊരിക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമേ ഇത് പൊരിക്കാനെടുക്കാവൂ. അപ്പോൾ ഇത് സൂക്ഷിക്കാനും ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി.
ഇനിയിപ്പോൾ അടുത്ത ബാക്കിയുള്ള പകുതി മസാല ഇല്ലേ, ആ പകുതി മസാല ആണ് ഞാൻ എടുത്തത് കേട്ടോ. നേരത്തെ കഴിഞ്ഞ് ഇനി അടുത്ത പകുതി. ഇനി വേണ്ടത് കുറച്ച് ഒരു പാത്രത്തിൽ, വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വേണം. പിന്നെ വേണ്ടത് കുറച്ച് ചീസ് കേട്ടോ. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തത്, ഇഷ്ടമുള്ള ചീസ് എടുക്കുക. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് ബ്രെഡ് ഞാൻ സൈഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുക്കുക. അപ്പോൾ സൈഡ് മാറ്റിയതിന് ശേഷമാണ് എടുത്തത്. എന്നിട്ട് ഇതാ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ എടുക്കണം. എന്നിട്ട് ഇതാ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ ആ ഡിപ്പ് ചെയ്ത വെള്ളം കംപ്ലീറ്റ് അങ്ങ് ഞെക്കിയിട്ട് കളഞ്ഞെടുക്കണേ. അതിന് ശേഷം അതാ ഇതിലേക്ക് നമുക്ക് സെൻട്രലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഫില്ലിങ് അത്യാവശ്യം നല്ലോണം തന്നെ വെച്ചോട്ടോ, തീരെ കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫില്ലിങ് നല്ലോണം ആ ഒരു സെൻറ്ററിലാക്കിയിട്ട് നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ചീസ്, ഒരു ചെറിയ പീസ് ചീസും കൂടെ അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ പറ്റുന്നിടത്തോളം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതും നമ്മൾ ഇതിനൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു റോള് പോലെ ആയാൽ മതി കേട്ടോ. ഒരു എന്താ പറയുക, ബോള് പോലെ ആയി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് ഇതാക്കി എടുക്കണം എന്നൊന്നുമില്ല. ഇതും നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് എണ്ണ കയറി ഒന്നും ചെയ്യൂല. പക്ഷേ ഞാനിപ്പോൾ കാണിച്ച ഈ രണ്ട് സ്നാക്കിനും ഒരേപോലെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഫില്ലിംഗ് ഒന്നാണ്, അതുപോലെ തന്നെ ബ്രെഡ് തന്നെയാണ് എടുക്കുന്നത്, എല്ലാം സെയിം ആണ്. പക്ഷേ രണ്ടും രണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ നിങ്ങൾ പറയണേ രണ്ടും രണ്ട് ടേസ്റ്റ് ആണോ എന്നുള്ളത്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ, അത് കണ്ടിട്ട് പറയരുതേ. ഇനിയിപ്പോൾ അതാ സെയിം ആ ഒരു പൊടിൻ്റെ മിക്സിലേക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതാ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഇതിനൊന്ന് ബ്രെഡിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഒട്ടിയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ഉരുട്ടി അതിൻ്റെ ക്രാക്സ് ഒന്നും പൊക്കാനൊന്നും നിൽക്കണ്ടില്ല. നമ്മളിത് മുക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതങ്ങ് നന്നായിട്ട് കവറായിട്ട് വന്നോളും. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ, അപ്പോഴാണ് നല്ല സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ അത് കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നല്ല നല്ല എന്താ പറയുക, അതിൻ്റെ കോട്ടിങ്ങൊക്കെ നല്ല ഷാർല് ചെയ്ത് എടുത്തിട്ടുണ്ട്. എവിടെയും ഒരു ക്രാക്കോ ഒന്നും തന്നെ ഇല്ല. ഇതേപോലെ ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇന്ന് കാണിച്ച രണ്ട് സ്നാക്കും 2 മാസം വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് പൊരിച്ചെടുക്കാനും വേണ്ടി പറ്റും. നമ്മളെ നഗറ്റ്സൊക്കെ പോലെയാണ്, നമുക്ക് ഫ്രീസറിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ആ സമയത്ത് പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റിക്കാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ആ ഒരു ബ്രെഡിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടുള്ള റോളാണ് ആദ്യം പൊരിച്ചെടുക്കുന്നത്. അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാനാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നീളം ഇതിൽ കൊള്ളണമല്ലോ. അപ്പോൾ ഞാനൊരു ഫ്രൈ പാനിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഒരു മീഡിയം തീയിൽ ഇട്ടാൽ മതി. ഹൈ ആക്കിയും വെക്കണ്ട, അതുപോലെ തന്നെ ലോ ആക്കിയിട്ടും വെക്കേണ്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറമേയുള്ള ഈ ഒരു മാവ് മാത്രമേ നമുക്ക് വെന്ത് കിട്ടേണ്ടിയുള്ളൂ. ഉള്ളിലുള്ളതൊക്കെ ഓൾറെഡി വെന്ത സാധനങ്ങളാണ്. അപ്പോൾ അതൊരു ഭാഗം ഒന്ന് മൊരിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിഞ്ഞാൽ നമുക്കിത് എണ്ണയെന്ന് കോരിയെടുക്കാം കേട്ടോ. നല്ലൊരു കളറ്, നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയെന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയെന്ന് കോരിയെടുക്കുകയാണ്. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല സ്നാക്കാണ്. പിന്നെ ഒരുപാട് അങ്ങ് തീ താത്തിയും വെക്കരുത്, ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കണേ. അപ്പോൾ അത് രണ്ടും ഞാൻ എണ്ണയെന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് അടുത്ത ട്രിപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ചീസ് ബോളാണ് കേട്ടത്. അപ്പോൾ അത് കുറച്ച് കുഴിയുള്ള ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുഴി വേണം കേട്ടോ. അതിൻ്റെ ഒരു പകുതി ഭാഗം തന്നെങ്കിലും എണ്ണയിലൊന്ന് മുങ്ങിയിട്ട് നിൽക്കണം. അതിനാണ് ഞാൻ കുഴിയുള്ള ചട്ടി എടുത്തത്. അപ്പോൾ മുഴുവനായിട്ടൊന്നും മുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പകുതിയോളം തന്നെങ്കിലും ഒന്ന് മുങ്ങിയിട്ട് നിൽക്കണം. ഇപ്പോൾ അതൊരു ഭാഗം ഒന്ന് മുരിയാൻ തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഞാനെപ്പോഴും പറയുന്ന ടിപ്പ് തന്നെയാണ്, നമ്മൾ എണ്ണയിലിട്ട സാധനം ഒരിക്കലും ആ ഇട്ട ഉടനെ തന്നെ സ്പോട്ടിൽ നിങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ കോരിയൊന്നും വെച്ചിട്ട് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. ഒന്ന് മൊരിഞ്ഞാൽ മാത്രമേ അത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അത് രണ്ട് ഭാഗവും ഞാൻ നല്ല ഗോൾഡൻ കളറായിട്ട് ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, ഇതും നല്ല അടിപൊളിയാണ്. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് എന്ന് രണ്ടും കാണിച്ചത് കേട്ടോ. ഉള്ളി നല്ല ജ്യൂസിയാണ്, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. രണ്ട് സ്നാക്ക് കേട്ടോ എന്ന് കാണിച്ചത്. നമുക്ക് നോമ്പൊക്കെയാണ് വരുന്നത്. നോമ്പിനൊക്കെ ഓരോ ദിവസം നമുക്ക് ഓരോന്ന് വേണം. പിന്നെ ഒരുവിധം സ്നാക്സ് ഒക്കെ തന്നെ ചെറിയ മാറ്റത്തിലാണല്ലോ നമ്മൾ അതിൻ്റെ പേരുകൾ മാറ്റണതും, 2 സ്നാക്ക് ആക്കണതും 3 സ്നാക്ക് ആക്കണതൊക്കെ. അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും. സെയിം സാധനങ്ങളാണ്, ഫില്ലിങ് സെയിം ആണ്, പുറം ഭാഗം സെയിം ആണ്. എന്നാൽ ഉണ്ടാക്കുന്ന മെത്തേഡിൽ മാത്രം ചെറിയൊരു മാറ്റം. ഒന്നിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 സ്നാക്കായി. അപ്പോൾ കുട്ടികളൊക്കെ പറ്റിക്കാൻ നല്ലതാണ് അല്ലേ, 2 തരം സ്നാക്കാന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊരു കോക്ടെയിൽ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സോസിൻ്റെ മേലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ 2 സ്നാക്കും. അടിപൊളിയാണ്, കിഡിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ ഒരു സ്നാക്സ് റെസിപ്പികളൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്ങനെയാണ് സേവ് ചെയ്യാന്നുള്ള ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ വാച്ച് ലേറ്ററിലേക്ക് മാറ്റി വെച്ചാൽ മതി. സേവ് ടു എന്നുള്ള അടിയിലുള്ള ബട്ടൺ വെക്കിയാൽ വാച്ച് ലേറ്റർ കാണും. അവിടെ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റും, വീഡിയോ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടല്ലോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ചീസ് വെച്ചിട്ടുള്ള ഇതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ആ ഒരു ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ കുറച്ച് ഈ ഒരു ചീസ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചീസ് ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ആ ഒരു ചീസും കൂടെ വരുന്ന സമയത്ത് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ 2 സ്നാക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ അടുത്ത നല്ല അടിപൊളി കിടിലൻ റെസിപ്പികളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ അടുത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സ്നാക്ക് റെസിപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.